അപ്പോൾ എല്ലാവർക്കും എൻലെസ് ജേണി ബൈ ദീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് എപ്പിസോഡുമായിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു. ഈ ഓർഡർ ചെയ്ത് വരുത്തി, അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ 390 രൂപയേ ഉള്ളൂ. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കറിക്കത്തിയാണ് കേട്ടോ, വേറൊന്നും കിട്ടിയില്ല കയ്യിൽ. ആദ്യമേ ഈ ഫ്ലവർ വൈസ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാ. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സാധനം. എങ്ങനെയുണ്ട് നോക്കാം. ഇത് ഒരു സെൽഫി സ്റ്റിക്കാണ്. കാരണം എൻ്റെ മറ്റേ സെൽഫി സ്റ്റിക്ക് പിന്നെ ഒരു ചെറിയ പണി കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൂടെ കാണിച്ചുതരാം. ഇത്ര ഐറ്റംസാണ് ഇതിനകത്തുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇതെങ്ങനെ ഓൺ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ ഇതിനുമുണ്ട് റിമോട്ട്. ഇങ്ങനെ എടുക്കണം. ദൈവമേ, കൈ കിട്ടിയതുള്ളൂ, അതിനു മുമ്പ് നശിപ്പിക്കൂ. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ വെച്ചും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഊരിയെടുത്ത് കുറച്ച് ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ഇതെന്താ ഇങ്ങനെ ഊരിയെടുത്തും ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ ഊരാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് മൊബൈൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. വേണ്ട, ഈ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ 2 പിന്നുണ്ട്. ഈ പിന്നിങ്ങനെ ആക്കിയിട്ട്, ഇത് നല്ല സേഫ്റ്റിയാണ് കേട്ടോ. ഇതിനകത്ത് കറക്റ്റാ മൊബൈൽ ഇങ്ങനെ ഇരുന്നോളൂ, കണ്ടില്ലേ. അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിരിയുണ്ട്. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റും. ഇതിൽ വെച്ച് മുറിക്കാൻ മതി. ഇതിന് ട്രൈപോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെ നീട്ടാം. കണ്ടില്ലേ, നല്ല നീളമൊക്കെ ഉള്ള സാധനം. ഇനി ഇതെങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ്. ഇതിങ്ങനെ ഊരിയെടുക്കാം. കണ്ടില്ലേ, ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്തിട്ട് ഈ സംഭവം സെറ്റ് ചെയ്യാം. ഇതെന്തിനാ ഈ വയറെന്നുള്ളത് ആണ് ഇനി നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ വയറ് ലൈറ്റ്, LED ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ്ട് ഇതിങ്ങനെ ഇവിടെ കുത്തിയിട്ട് നമുക്ക് മൊബൈലുമായിട്ട് ചാർജ് ചെയ്യാം. ഈ ലൈറ്റ് ഫിക്സഡ് ആണെന്ന് തോന്നുന്നു. ലൈറ്റ് ഫിക്സഡ് ആണ്, ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉപകാരം പോകും. അപ്പം ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള വിവരം ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇനി എൻ്റെ മറ്റേ സെൽഫി സ്റ്റിക്ക്, നേരത്തെ ഇരുന്ന സെൽഫി സ്റ്റിക്കിന് ഒരു ചെറിയ പണി കിട്ടി. അതെന്തെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെൽഫി സ്റ്റിക്ക് ഇതാ. ഇതിന് ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ നൂത്ത് വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു ഉപയോഗിക്കുന്നത്. ഇതിന് ചെറിയ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ലെയറെ നൂരുന്നുള്ളൂ. ഇതിനങ്ങോട്ട് നൂക്കാൻ പറ്റുന്നില്ല. അതിന് പറ്റിയ പ്രശ്നം ഞാൻ തന്നെയാണ് ഈ പണി ഒപ്പിച്ച് വെച്ചത്. ഇവിടെ ഇതിങ്ങനെ കിടന്ന് ആടുന്നതിന് ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ താപ്പോട്ടാക്കി വെച്ചോണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഫെവിക്വിക്കിന്റെ പശ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കോരി ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയാ, ഈ ഒറ്റ ലെയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചു. ഇതിനും വല്ല പിച്ചാത്തി വല്ലതും വെച്ച് ചുരണ്ടി വല്ലതും റെഡിയാക്കി എടുക്കണം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് നല്ല സ്റ്റിക്കാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് പറ്റിയ പ്രശ്നമായി. കണ്ട, ഇതും ട്രൈപോഡ് പോലെ തന്നെ. പിന്നെ ഇതിന് ഒരു ഇതുമായിട്ടൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ, ലൈറ്റ് മാത്രം
ഫ്ലാഷ് ഈ ഇവിടുത്തെ ലൈറ്റ് ഇല്ല, ഫ്ലാഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പം ഇപ്പോൾ കുറച്ച് ഇരുട്ടുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.